Hi friends, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ആണ്. ബൂന ചിക്കൻ എന്ന് പറയും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. ബോന ചിക്കൻ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ചിക്കൻ ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ചിക്കൻ ഞാൻ ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് 30 മിനിറ്റ് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബൂന ചിക്കൻ തയ്യാറാക്കുന്നതിന് ഒരു മസാല പൗഡറാണ് റെഡിയാക്കേണ്ടത്. അതിനൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ വലിയ ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഏലക്കയുടെ അകത്തുള്ള കുരു അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ടിത് നമ്മൾ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല പൗഡർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന ചിക്കൻ തയ്യാറാക്കുന്നതിന് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം 4 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. ആ സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് വളരെ ടേസ്റ്റും കൂടുതലായിരിക്കും. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് 4 മിനിറ്റ് വളരെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാത്ത രീതിയിൽ എല്ലാ വശവും മറിച്ചിട്ട് കൊടുത്തിട്ട് 4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. 4 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വലിയ ഉള്ളി ഇവിടെ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് 3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ യോഗട്ട്, ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം ചിക്കൻ തയ്യാറാക്കുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബൂന ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതുകൊണ്ട് ഇതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പോകുന്നതിന് നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ ഇതിൽ ആ വെള്ളത്തിൻ്റെ ലെവലൊക്കെ മാറിയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ 3 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇതിലെ വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ രൂപത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബൂന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നെയ്യിലൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഇതിന്.
ഒരുപാട് മസാലകളൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാനിതിലേക്ക് കുറച്ച് സെസേം സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുന്നതിന് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഫ്രൈ രൂപത്തിലുള്ളതാണ്. എന്നാൽ ഓയിൽ ഫ്രൈ അല്ല ഡീപ്പായിട്ട് തയ്യാറാക്കുന്നത്, ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുന്നതല്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയ്ക്ക് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.